മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബസൂക്ക മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഗെയിമിൻ്റേതായ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമാണ്. ഏറ്റവും രസകരമായും ത്രില്ലിംഗായും തന്നെ ആ ലോകം ആവിഷ്കരിക്കുന്നതിൽ ബസൂക്ക വിജയിച്ചിരിക്കുന്നു. ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് യാത്രയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഹാക്കറും കട്ട ഗെയിമറുമായ സണ്ണി വർഗീസ് ഹക്കീം ഷാജഹാൻ യാത്രക്കിടയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുന്നു. ഇടയ്ക്കും ഇണങ്ങിയുമൊക്കെ ഇരുവർക്കുമിടയിൽ പതിയെ ഒരു സൗഹൃദം രൂപപ്പെടുന്നു. തുടർയാത്രയിൽ തൻ്റെ സഹയാത്രികൻ കേവലം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെന്ന കാര്യം സണ്ണി മനസ്സിലാക്കുന്നു. ഒരു സീക്രട്ട് മിഷനുമായി എത്തിയ ഫോറൻസിക് എക്സ്പേർട്ട് ജോൺ സീസറാണ്, അതായത് മമ്മൂട്ടി, കൂടിയിരിക്കുന്നതെന്ന് സണ്ണി മനസ്സിലാക്കുന്നു. കൊച്ചി നഗരത്തിൽ നടക്കിയ ഒരു സീരിയൽ റോബറിക്ക് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ജോൺ സീസറും കൂട്ടുകാരനും കൊച്ചിൻ സിറ്റി SP-യുമായ ബെഞ്ചമിൻ ജോഷയും. കുറ്റവാളികളെ കണ്ടെത്താൻ ജോൺ സീസറിനും ബെഞ്ചമിൻ ജോഷയ്ക്കും സാധിക്കുമോ? ആ ആകാംക്ഷയിൽ കൊരുത്തിട്ടതാണ് ചിത്രം പ്രേക്ഷകരെ മുന്നോട്ട് നയിക്കുന്നത്. ബ്രില്യൻ്റായി ഒരുക്കിയ ഒരു തിരക്കഥ തന്നെയാണ് ബസൂക്കയുടെ പ്ലസ്. വളരെ പുതുമ തോന്നിയ കഥ ആദ്യ കേൾവിയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു എന്ന് ബസൂക്കയെ മമ്മൂട്ടി വിശേഷിപ്പിച്ചത് വെറുതെയല്ല. മലയാളം സിനിമ കണ്ടുമടുത്ത ക്രൈം ത്രില്ലറുകളുടെ സ്ഥിരം പാറ്റേൺ പിടിക്കാതെ ട്രാക്ക് മാറ്റിപ്പിടിച്ച ഡിനോ ഡെന്നിസ് തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ തൻ്റെ വരവ് രേഖപ്പെടുത്തുന്നുണ്ട് ബസൂക്കയിൽ. നവാഗതകരിൽ നിന്നും പ്രതിഭയുടെ സ്പാർക്ക് കണ്ടെത്തി സംവിധായകരെ പിക്ക് ചെയ്യാനുള്ള മമ്മൂട്ടിയുടെ കഴിവ് മലയാള സിനിമയ്ക്ക് പുതിയ അനുഭവമല്ല. ഇവിടെയും ആ ചരിത്രം ആവർത്തിക്കുകയാണ് ഡിനോ ഡെന്നിസിലൂടെ. പല ഷെയ്ഡുകളുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ജോൺ സീസർ. സാധാരണക്കാരനായും മിസ്റ്ററിമാനായും ഉന്മാദിയുമായൊക്കെ ഞൊടിയിടയിൽ വേഷപ്പകർച്ച നടത്തുന്ന ഒരു കഥാപാത്രം. വളരെ സ്റ്റൈലിഷായാണ് ബസൂക്കയിലെ പല രംഗങ്ങളിലും മമ്മൂട്ടി എത്തുന്നത്. മമ്മൂട്ടിയിലെ താരത്തെയും മമ്മൂട്ടി എന്ന നടനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സംവിധായകൻ ഡിനോ ഡെന്നിസ്. ഒരു മാസ് എൻ്റർടൈനർ ചിത്രത്തിൽ പലപ്പോഴും മിസ്സാവുന്ന ആ എലമെൻറ്റ് ഏറ്റവും ബ്രില്യൻ്റായി തന്നെ ബസൂക്ക സാധ്യമാക്കിയിരിക്കുന്നു. സ്പോയിലർ ആവുമെന്നതിനാൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാനാവില്ല. എങ്കിലും ഒന്നു മാത്രം പറയാം, ബസൂക്കയുടെ രണ്ടാം പകുതിയിലെ മമ്മൂട്ടി താണ്ഡവം പ്രേക്ഷകരെ അമ്പരിപ്പിക്കും. ഇത്രനാൾ കണ്ടിട്ടും ഇതുവരെ പ്രേക്ഷകർ കാണാത്തൊരു മമ്മൂട്ടി ഭാവങ്ങളെ സ്വാഗിനെ ബസൂക്കയിൽ പ്രേക്ഷകർക്ക് കാണാനാവും. ബെഞ്ചമിൻ ജോഷുവായി എത്തിയ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കരിയറിൽ സംവിധായകൻ എന്ന രീതിയിൽ ഗ്രാഫ് അല്പം ഇടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും നടൻ എന്ന രീതിയിൽ തൻ്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ഹക്കീം ഷാജഹാൻ്റെ സണ്ണി വർഗീസ് എന്ന കഥാപാത്രവും ചിത്രത്തെ ലൈവാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യ പകുതിയിലെ ലാഗും കഥാപുരോഗതിയിൽ വന്നു ചേരുന്ന വിരസതയുമൊക്കെ നെഗറ്റീവായി എടുത്തു പറയുമ്പോഴും പുതുമയുള്ള പ്ലോട്ട്, പ്രേക്ഷകരെ ഹുക്ക് ചെയ്തിരുന്ന കഥാമുഹൂർത്തങ്ങൾ, ഒരു കള്ളനും പോലീസും കളിയുടെ ത്രില്ലിംഗ് മൂമെൻറ്റുകൾ, ട്വിസ്റ്റുകൾ, മമ്മൂട്ടിയുടെ ഹൈ വോൾട്ടേജ് പ്രകടനം, സ്റ്റൈലിഷ് മേക്കിംഗ് എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ കൊണ്ട് കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ബസൂക്ക. ആദ്യ ഭാഗത്തെ വിരസ കാഴ്ചകളെയും തിരക്കഥയിലെ താളപ്പിഴകളെയും ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് വരുന്ന മമ്മൂട്ടി പെർഫോമൻസ് കൊണ്ട് ബാലൻസ് ചെയ്യാനും ചിത്രത്തെ അപ്ലിഫ്റ്റ് ചെയ്യാനും സംവിധായകൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനല്ലെങ്കിൽ കൂടി അഭിനയത്തോട് അടങ്ങാത്ത ആർത്തി സൂക്ഷിക്കുന്ന കഥാപാത്രമായി അഴിഞ്ഞാടുന്ന ഒരു മമ്മൂട്ടിയെ കണ്ട് വിസ്മയത്തോടെയും ഒരു ചെറുപുഞ്ചിരിയോടെയും നിങ്ങൾക്ക് തിയേറ്റർ വിട്ടിറങ്ങാനാവും.